നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ പോയി അവളെ കണ്ടിട്ട് വാ. എന്നാലും അമ്മ എങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അത് സാരമില്ല മോനെ, നീ ചെല്ല്. ഞാനിപ്പോ വരാം. എന്നാ ഞാൻ പോയിട്ട് വരാമേ. ദൈവമേ, നിത്യമൂലവൻ പോകുന്നത് വരെ ഇവിടെ വരല്ലേ. അമ്മേ, അമ്മയെ ഓർത്തെടുക്കാൻ പറ്റാത്ത കഴിഞ്ഞ കാലം അങ്ങ് പൊയ്ക്കോട്ടെ. ഓർക്കാനുള്ള നല്ല ജീവിതം ഇനി നമുക്ക് ഒന്നിച്ചാവാലോ. ജ്യോതിയെ കാണിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷെ നിത്യ എങ്ങാനും കയറി വന്ന ഇതെന്താ ഇവിടെ? എവിടെയാ നിന്റെ അനുജത്തി ഉള്ളത്? ഇത് ഹരിസാറിന്റെ വീടല്ലേ? ഹരിയെ അറിയോ നീ? പിന്നെ അമ്മ, ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഹരിസാർ എൻ്റെ കയ്യിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഹരിസാറിന്റെ മോളില്ലേ കല്യാണി, ഞങ്ങൾ നല്ല കൂട്ട. ആ, അന്നൊരു ദിവസം അമ്മ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞില്ലേ? അന്ന് ഞാൻ അവിടെ ഹരിസാറിന്റെ കുടുംബത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിൽ അമ്മ എന്നെ വിളിച്ചത്. ഓ, അങ്ങനെയാണോ? അതേന്നേ. വാ അമ്മ, പെട്ടെന്ന് വന്നേ. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് കാണണം. ആദി, ഞാൻ ടെറസിൽ തുണി വിരിക്കാൻ പോവാ. കുറുമ്പൊന്നും കാണിക്കാതെ ഇവിടെ ഇരുന്നോണം. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ പതുക്കെ നടക്കുന്നത്? വാ. എന്നെ കാണുമ്പോൾ അവൾക്ക് സന്തോഷമാവുമല്ലേ? അല്ലമ്മേ. മേലെ ഹരിസാറ് നമ്മുടെ ഇവിടെ താഴെ ആയിരിക്കും അല്ലേ? വാമേ. എന്താമേ, എന്തു പറ്റി? അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തളർച്ച വരാറുള്ളതാ. അപ്പൊ കൈയും കാലും വല്ലാത്തൊരു തരിപ്പായിരിക്കും. അമ്മ എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. മാറാൻ കുറച്ച് കാലം എടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു പോയാ കുറച്ചു നേരം കഴിയും കൈയും കാലും ഒക്കെ ഒന്ന് നേരെയാവാൻ. അമ്മേ, ഒട്ടും വൈകണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോവാം. വാ, വന്നേ. ഒന്നുമില്ലടാ, ഞാൻ വന്നോളാം. നീ പോയി അവളെ കണ്ടിട്ട് വാ. എന്നാലും അമ്മ എങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അത് സാരമില്ല മോനെ, നീ ചെല്ല്. ഞാനിപ്പോ വരാം. എന്നാ ഞാൻ പോയിട്ട് വരാമേ. ദൈവമേ, നിത്യമൂലവൻ പോകുന്നത് വരെ ഇവിടെ വരല്ലേ.
അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്താ പെട്ടെന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതെ ഇങ്ങോട്ട് പോന്നേ? അത് അവിടെ നിന്നപ്പോ പെട്ടെന്നൊരു തളർച്ച പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. അമ്മയുടെ കൂടെ ആരാ ഉണ്ടായിരുന്നേ? ഏതോ ഒരു പയ്യനുണ്ടായിരുന്നെന്ന് കടക്കാരൻ പറഞ്ഞല്ലോ. അതെനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ഒരു പയ്യൻ കൂട്ടുവന്നതാ. അവൻ തിരിച്ചു പോയി. ഇന്നാളെ ഇവിടെ വന്ന അങ്കിളല്ലേ? ഈ കുഞ്ഞാരാ? ഇവനെ കുറിച്ചൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. അമ്മ വീണ്ടും എന്നോട് നുണ പറഞ്ഞോ? അങ്കിൾ എന്തോ ആലോചിക്കുന്നത്? മോൻ ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? അല്ലാതെ തന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്ന? ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ഞാനുണ്ട്, സുജാതയുണ്ട്, ജ്യോതിയുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്. ഇനിയിപ്പോ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കുന്നൊക്കെ പിന്നെ മതി. അമ്മ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്ക. വാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കേ ഈ വണ്ടി തന്നെ പോയി കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഇനിയിപ്പോ ഇതുപോലെ വല്ലതും സംഭവിച്ചാലോ? വൈകുന്നേരം വെയിൽ ആറിയിട്ട് നമുക്ക് ഇറങ്ങാം. നീ ഇങ്ങോട്ട് വന്നേ. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്തുണ്ടെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. അതുകൊണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മോന്റെ അമ്മ ആരാ? എൻ്റെ അമ്മ പത്മ. അതാ എൻ്റെ അമ്മ. ഞാൻ എന്താ മനസ്സിൽ ഒളിപ്പിച്ചത്? എന്ത് മറച്ചു വെച്ച കാര്യം നീ പറയുന്നേ? ഞാൻ പറഞ്ഞത് അസുഖത്തിന്റെ കാര്യ. അസുഖമൊക്കെ മാറി, അതാ പോകാന്ന് പറഞ്ഞത്. അമ്മേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ വരുന്നുണ്ടോ നീ? വരാൻ വന്നേ, വാ. ഈ അമ്മയുടെ ഒരു കാര്യം. വേഗം നടക്ക്. അമ്മയ്ക്കിത് എന്താ പറ്റിയത്? എന്തോ ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം പറമ്മേ? ഒരു കാര്യവും ഇല്ല എന്റെ കുട്ടി. നീ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാതിരുന്നാ മതി. കേറിക്കേ, കേറ. ചേട്ടാ, വേഗം വണ്ടി വിട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.